മല്ലികയുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തെ വെളിച്ചം ഇടനാഴിയിലേക്ക് വീണു കിടക്കുന്നു. വാതിൽക്കലെത്തിയപ്പോൾ മല്ലിക അങ്കിളിൻ്റെ നേരെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും ജലകണങ്ങൾ കവിളണകളിലൂടെ ഒലിച്ചിറങ്ങുന്നതും കണ്ട് ഒരു നിമിഷം അവൾ തരിച്ചു നിന്നുപോയി. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്കിൾ, എന്താണിത്? അകത്തുനിന്നും തേട്ടി തേട്ടി വന്ന ഗദ്ഗത നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഒന്നുമില്ല മോളെ. അങ്കിൾ പെട്ടെന്ന് കണ്ണുകളൊപ്പി കർച്ചീഫ് കൊണ്ട് കവിളുകൾ തുടച്ചു. വാ, കിടന്നുറങ്ങ്. ഒന്നും ആലോചിക്കരുത്. ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ മറക്കരുത്. കഥ കടച്ചേക്കൂ. അങ്കിളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് അവൾ കണ്ടു. അടക്കാൻ കഴിയാത്ത വേദന കൊണ്ട് വിങ്ങിപ്പൊട്ടുകയാണ് ആ ഹൃദയമെന്ന് അവൾക്ക് തോന്നി. ഈ നേരം വരെ അങ്കിളിനോട് അവൾക്ക് തോന്നിയിരുന്നു വെറുപ്പും കോപവും സ്നേഹവും അനുകമ്പയായി മാറി. അങ്കിൾ പോയിക്കോ, ഞാൻ കിടന്നോളാം, അവൾ മന്ത്രിച്ചു. അങ്കിൾ ഒരു പുഞ്ചിരി വരുത്താൻ വിഫല ശ്രമം നടത്തിക്കൊണ്ട് അവളുടെ പുറത്ത് മൃദുവായി തട്ടി. പിന്നെ വെളിച്ചമില്ലാത്ത ഇടനാഴിയിലൂടെ നടന്നുപോയി. വാതിലടച്ച് കുറ്റിയെടുത്തതിന് ശേഷം മല്ലിക ബെഡിൽ വന്ന് കിടന്നു. ഒരു 100 ചിന്തകൾ അവളെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ പേടിപ്പെടുത്തുന്ന ചിന്തകൾ. ക്രൂരനായ രാംദാസിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മുഖത്ത് നോക്കി സമർത്ഥമായി കള്ളം പറയുന്ന, എന്തിനേയും ഒരു പ്രത്യേക രീതിയിൽ ഒരു വൃത്തികെട്ട ചിരിയോടെ നേരിടുന്ന അയാൾ ഒരു കുറുനരിയായിരുന്നു. തന്നെയും മധുവിനെയും കുറേ നേരം വിയർപ്പിച്ചതാണ്. എത്ര തന്മയത്വത്തോടെയായിരുന്നു അവൻ നുണകൾ പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ നീരാളിയെപ്പോലെ അയാൾ കടന്നു വരികയാണോ എന്ന് പോലും ഭയന്നിരുന്നു. അയാൾ അങ്കിളിനെയും വെറുതെ വിട്ടിരുന്നില്ല. അയാൾ വന്ന ദിവസങ്ങളിൽ അങ്കിൾ അസ്വസ്ഥചിത്തനായി ഇരിക്കാറുള്ളത് മല്ലിക ഓർത്തു. അന്നൊക്കെ ധരിച്ചത് തനിക്കെതിരായി അങ്കിൾ കരുക്കൾ നീക്കുകയാണെന്നാണ്. പക്ഷേ തൻ്റെ ധാരണ തീർത്തും തെറ്റായിരുന്നുവെന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുന്നു. ആ പിശാചിനെ അങ്കിൾ കൊന്നു. ഇതിലെന്തോ കാര്യമുണ്ട്. ചിരിക്കാനും ഉപദേശിക്കാനും മാത്രം കഴിഞ്ഞിരുന്ന അങ്കിളിന് ഒരു മനുഷ്യനെ കൊല്ലാൻ എങ്ങനെ കഴിഞ്ഞു? സത്യത്തിൽ ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. തൻ്റെ കവിളുകൾ ഒപ്പിക്കൊണ്ട് അങ്കിൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ പ്രതിധ്വനിക്കുന്നു. ഇവിടെ നടന്നതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതൂ. എല്ലാം നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിനക്കിതൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല. ഈ രഹസ്യം നിനക്ക് മാത്രമേ അറിയാവൂ. മൂന്നാമതൊരാളറിയരുത്. നീ അങ്കിളിനെ വെറുക്കുമായിരിക്കും. സാരമില്ല. ഞാനിത് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നീ എന്നെ കൊന്നു കളയുമായിരുന്നു. എല്ലാം നേരെയാകും. സാരമില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് കരുതിക്കോ. അതെ അങ്കിൾ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവളുടെ അന്തരംഗം മന്ത്രിച്ചു. എനിക്ക് അങ്കിളിനെ വെറുക്കാൻ കഴിയുമോ? അങ്കിളല്ലാതെ എനിക്ക് ആരാണുള്ളത്? അങ്കിളിനെ തെറ്റിദ്ധരിച്ച ഞാനാണ് തെറ്റുകാരി. വളരെ ക്ഷമയോടെയാണ് അങ്കിൾ ഓരോ പ്രവൃത്തിയും ചെയ്തത്. പരിഭ്രമമോ മറ്റു ഭാവഭേദങ്ങളോ ഒന്നും ആ മുഖത്തില്ല. സമുദ്രത്തിൻ്റെ ശാന്തത. അവനെ നശിപ്പിച്ചതുകൊണ്ട് ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസമാണ് ആ മുഖത്ത് കളിയാടിയിരുന്നതെന്ന് അവൾക്ക് തോന്നി. എന്തായാലും അങ്കിൾ തന്നെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുന്നുണ്ട്. വാക്കിലും പ്രവൃത്തികളിലുമെല്ലാം അത് പ്രകടമാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക? കൊലപാതകം ഒരു നിസ്സാര കാര്യമാണോ? രാമദാസിൻ്റെ ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ഇൻസ്പെക്ടർ വിൻസെൻ്റ് ഒരു വേട്ടനായെപ്പോലെ വിലങ്ങുമായി അവളുടെ മുൻപിലൂടെ മാർച്ച് ചെയ്തു. ദൈവമേ, അങ്കിളിനൊന്നും വരുത്തരുതേ. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഉറക്കം എത്രയോ അകലെയാണ്. അവൾ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എപ്പോഴോ അവൾ മയങ്ങി. ഇടയ്ക്ക് ഭീകരങ്ങളായ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണർന്നു. പിന്നെയും തളർന്നു മയങ്ങി. ഭീകരമുഖമുള്ള മനുഷ്യരൂപം, ശൽക്കങ്ങളുള്ള മനുഷ്യൻ. അവൾ വീണ്ടും ഞെട്ടിയുണർന്നു. പരിസരബോധമുണ്ടായപ്പോൾ അവൾ ധൈര്യവതിയാവാൻ ശ്രമിച്ചു. താൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ഭീകരരൂപങ്ങളെല്ലാം ആ രാമദാസിൻ്റെ പണികളായിരുന്നു. അവനെ അങ്കിൾ നശിപ്പിച്ചു. ഇനി ഒന്നും തന്നെ ഭയപ്പെടുത്തുകയില്ല. എല്ലാം തൻ്റെ തോന്നലുകളാണ്. അവൾ ധൈര്യം അവലംബിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു. ബെഡ് ലാമ്പ് നനുത്ത പ്രകാശം മുറിയിൽ പരത്തിയിരുന്നു. വിസിറ്റിംഗ് റൂമിലെ നാഴികമണി ശബ്ദിക്കുന്നത് അവൾ കേട്ടു. രാവിലെ 4 മണി. ഇത്ര നേരമായിട്ടും താൻ ഉറങ്ങിയില്ല, അവൾ അത്ഭുതത്തോടെ ഓർത്തു. പ്രഭാതത്തിലെ തണുപ്പ് നേർത്ത മഞ്ഞിൻ്റെ അലകൾ പോലെ പുതപ്പിനടിയിലൂടെ ഇഴഞ്ഞു കയറുന്നു. ആ തണുപ്പിൽ ലയിച്ച് അവൾ മയങ്ങി. വളരെ വൈകിയാണ് അവൾ ഉണർന്നത്. എഴുന്നേറ്റ് വാച്ചിൽ നോക്കിയപ്പോൾ മണി 10. പുറത്ത് വെയിൽ പരന്നു കിടക്കുന്നത് ജനൽ ഗ്ലാസ്സിലൂടെ കാണാം. വാതിൽ തുറന്ന് വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്കിളിൻ്റെ മുറി പൂട്ടിക്കിടക്കുന്നത് അവൾ കണ്ടു. ജാനു. എന്താ കൊച്ചമ്മേ? അകത്തു നിന്നും ജാനു ഓടി വന്നു. അവൾ തിരക്കിലായിരുന്നെന്ന് തോന്നുന്നു. പുകയടിച്ച് മുഖം വാടിയിട്ടുണ്ട്. കാപ്പി. എന്തുറക്കമാ കുഞ്ഞേത്? രാത്രിയിലെന്നാ ഉറങ്ങിയില്ലേ? ഞാൻ എത്ര നേരം വിളിച്ചായിരുന്നെന്നോ? പതിവില്ലാതെ വാതിൽ കുറ്റിയും ഇട്ടിരുന്നു. നീ പ്രസംഗിക്കാതെ ചെന്ന് കാപ്പി കൊണ്ടുവാ. ആ, അങ്കിൾ എന്തിയേ? രാവിലെ പുറത്തേക്ക് പോയി. കാപ്പി കുടിച്ചായിരുന്നോ? കുടിച്ചു. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നീ ചെന്ന് ചായ കൊണ്ടുവാ.
മല്ലിക അങ്കിളിൻ്റെ മുറിയുടെ കീ ഹോളിലൂടെ അകത്തേക്ക് നോക്കി. എസ്റ്റേറ്റിനെയും ഫാക്ടറിയെയും സംബന്ധിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ആ മുറിയിലെ സേഫിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്കിൾ പുറത്തേക്ക് പോകുമ്പോൾ മുറി പൂട്ടി താക്കോൽ കൊണ്ടുപോവുകയാണ് പതിവ്. കീ ഹോളിലൂടെ മുറിയുടെ മുക്കാൽ ഭാഗവും കാണാമായിരുന്നു. ചോരത്തുള്ളികളെല്ലാം തുടച്ചു മാറ്റിയിരിക്കുന്നു. അവൻ്റെ ഹിപ്പി സഞ്ചിയും കാണാനില്ല. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് വരാന്തയിലേക്ക് വന്ന് പൂന്തോട്ടത്തിലേക്ക് കണ്ണുകൾ അയച്ചു. ഡാലിയ പൂക്കളുടെയും ജമന്തി പൂക്കളുടെയും ഇടയിലൂടെ പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നു. അവയ്ക്കിടയിലൂടെ മൂളിപ്പാട്ടുകൾ പാടിക്കൊണ്ട് കരിവണ്ടുകളും. വെയിൽ അവിടം മുഴുവൻ പരന്നു കിടക്കുന്നു. ആ പൂമ്പാറ്റകളിലൊന്നായി താൻ മാറിയിരുന്നെങ്കിൽ. ആത്മാർത്ഥമായും മല്ലിക ആശിച്ചുപോയി. കൊച്ചമ്മേ, ചായ. ജാനുവിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ബോൺവിറ്റ ചേർത്ത ഇളം ചൂടുള്ള ചായ മുത്തിക്കുടിച്ചുകൊണ്ട് മല്ലിക വെയിൽ വീണ് കിടക്കുന്ന വരാന്തയിലൂടെ നടന്നു. ഇപ്പോൾ മനസ്സ് കുറെ കൂടി ശാന്തമാണ്. പേടിപ്പെടുത്തുന്ന ചിന്തകളൊന്നും അലട്ടുന്നില്ല. ഇടയ്ക്കിടെ ആരോ പിന്നിലിരുന്ന് ചരട് വലിക്കുന്നത് പോലെ ചിലതൊക്കെ തേട്ടി വരും, അത്രമാത്രം. ഒന്നും ചെയ്യാൻ തോന്നിയില്ല. വെറുതെ തോട്ടത്തിലൂടെ നടന്നു. പിയാനോയിൽ നിന്നും പുറപ്പെടുന്നത് പോലെയുള്ള കാറിൻ്റെ ഹോറൺ കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ഗേറ്റിനപ്പുറത്ത് നിൽക്കുന്ന കാർ അവൾ കണ്ടു. മധുവിൻ്റെ കാർ. പപ്പു ഓടിച്ചെന്ന് ഗേറ്റ് തുറക്കുന്നതും കാറിനിറങ്ങി മുറ്റത്തേക്ക് ഇഴഞ്ഞു വരുന്നതും അവൾ നോക്കി നിന്നു. ഹലോ മല്ലിക. മധു കാറിൽ നിന്നിറങ്ങി പൂന്തോട്ടത്തിലേക്ക് വന്നു. ഹലോ. അവൾ ചുവന്ന അതിരങ്ങൾ വിടർത്തി സാവധാനം മന്ത്രിച്ചു. എന്താണൊരു മൗനം? എന്താ, സുഖമില്ലേ? ഒന്നുമില്ല, ഐ ആം വെൽ. ഒരു സത്യം പറയട്ടെ? അവൾ കണ്ണുകളുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ മല്ലികയുടെ മുഖം കാണുമ്പോൾ ഈശ്വരനറിയാതെ സ്വർഗത്തു നിന്നും ഭൂമിയിൽ വീണ പനിനീർ മലരാണെന്ന് തോന്നും. മല്ലിക ലജ്ജയോടെ മന്ദഹസിച്ചു. പിന്നെ പറഞ്ഞു, കൊള്ളാം, ധാരാളം വായിക്കാറുണ്ടെന്ന് തോന്നുന്നു. അവർ നിശബ്ദരായി നടന്ന് കുളത്തിനടുത്തെത്തി. വരിവരിയായി നീന്തി തുടിക്കുന്ന സില്ലോപ്പിയ മത്സ്യങ്ങളെ നോക്കി നിമിഷങ്ങളോളം നിന്നു. മല്ലിക രാമദാസിനെ ഓർക്കുന്നുണ്ടോ? ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് മധു ചോദിച്ചു. രാമദാസ് എന്ന നാമം അവളിൽ ഞെട്ടലുണ്ടാക്കി. അയാളെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. മല്ലിക ചോദ്യഭാവത്തിൽ മധുവിൻ്റെ നേരെ നോക്കി. ഈശ്വരാ, മധു എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ? അവനൊരു ഡെവിളാണ്. അവനെ തിരഞ്ഞുപിടിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയെങ്കിലും ഫലിച്ചില്ല. നമ്മളോടെന്തോ ഒരു പ്രത്യേക വൈരാഗ്യമുള്ളത് പോലെയല്ലേ അവൻ സംസാരിച്ചത്. ഇനി നമ്മുടെ ഇടയിലെങ്ങും അവൻ ചാടി വീണാൽ അതവൻ്റെ അവസാനത്തെ ചലനമായിരിക്കും. അല്ല, ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ? മല്ലികയ്ക്ക് സമാധാനമായി. മധു ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് തനിക്കല്ലേ അറിയാവൂ. മല്ലിക എന്തോ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. മല്ലികയോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നിട്ട്? ഇപ്പോഴൊന്നും തോന്നുന്നില്ല. അതിരിക്കട്ടെ, അങ്കിളെവിടെ? രാവിലെ പുറത്തേക്ക് പോയി. ഞാൻ പൊക്കോട്ടെ? അങ്കിളില്ലാത്തതുകൊണ്ടാണോ? അല്ല, എനിക്ക് ഫാക്ടറിയിൽ എത്തേണ്ട സമയമായി. എൻ്റെ ഡാഡി ഒരു യന്ത്രമനുഷ്യനാണ്. അല്പം സമയം തെറ്റിച്ചാൽ ആളാകെ മാറും. ഡാഡിയെ പേടിച്ചാ ജീവിക്കുക? അങ്ങനെയൊന്നുമില്ല. സൃഷ്ടിച്ചവനെ കുറേയൊക്കെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം കാണാം. ക്ലബ്ബിൽ വരുമോ? അവൾ സാവധാനം തലയാട്ടി. പിന്നെ ഒരു റോസ് പുഷ്പം ഇറുത്തെടുത്ത് അയാൾക്ക് നീട്ടി. ഒരു പ്രേമോപഹാരം. മധുവിൻ്റെ കാർ അകന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. പണത്തിൻ്റെ യാതൊരു ഭാവവുമില്ലാത്ത ചെറുപ്പക്കാരൻ. എത്ര അന്തസ്സുള്ള പെരുമാറ്റം. തൻ്റെ ഭാഗ്യം, അവൾ ഓർത്തു. തൻ്റെ ഭാവി വരനെ തിരഞ്ഞെടുക്കുന്നതിൽ അങ്കിൾ ഒട്ടും പരാജയപ്പെട്ടിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. മല്ലിക ക്ലബ്ബിൽ ചെല്ലുമ്പോൾ മധു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആളൊഴിഞ്ഞ ഒരു മൂലയിൽ മേശയുടെ ഇരുവശത്തുമായി അവർ അഭിമുഖമായി ഇരുന്നു. നമുക്ക് ബിയർ വരുത്തി കഴിക്കാം, മധു അഭിപ്രായപ്പെട്ടു. മല്ലിക എതിരൊന്നും പറഞ്ഞില്ല. തണുത്ത ബിയർ മുത്തിക്കുടിച്ചപ്പോൾ ശരീരത്തിലാകെ കുളിര് പടരുന്നത് പോലെ മല്ലികയ്ക്ക് തോന്നി. കശുവണ്ടിപ്പരിപ്പ് സാവധാനം ചവച്ചു രസിച്ചുകൊണ്ട് അവർ കണ്ണിൽ നോക്കിയിരുന്നു. സാർ, ഒരു ഫോൺ. ബയർ അവരുടെ അടുത്തേക്ക് വന്നു. എനിക്കോ? മധു അയാളുടെ നേരെ സംശയഭാവത്തിൽ നോക്കി. അതെ സാർ. 1 മിനിറ്റ് മല്ലിക. മധു എഴുന്നേറ്റ് ബയറുടെ കൂടെ പോയി. മാറ്റിവെച്ചിരുന്ന റിസീവർ എടുത്ത് മധു സംസാരിച്ചു. യെസ്, മധു ഹിയർ. വെൽക്കം മിസ്റ്റർ മധു. നിങ്ങളെന്നെ അറിയുമോ? മറുവശത്തു നിന്നും ഒരു പരുക്കൽ ശബ്ദം മധു കേട്ടു. അതയാൾക്ക് പരിചിതമായ ഒരു ശബ്ദമായിരുന്നില്ല. ഇല്ല, താങ്കൾ ആരാണ്? തൽക്കാലം ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട. ഒരു പ്രത്യേക കാര്യത്തിനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ എന്നുള്ള ആ സംബോധന മധുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ത് കാര്യമാണ്? ഇപ്പോൾ നിൻ്റെ കൂടെ ഒരു പെണ്ണില്ലേ, മല്ലിക. അവളുമായുള്ള ബന്ധം നീ ഉടനെ അവസാനിപ്പിക്കണം. ബ്ലഡി ഫൂൾ, നീ ആരാണ്? ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയുന്നതനുസരിച്ചാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ മരണം പതിയിരിക്കുന്ന കൊക്കകളുണ്ടെന്ന് നിനക്കറിയാമല്ലോ. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഭീരു, നീ ആരാണ്? നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കുകയില്ല. നടക്കും, ഞാൻ നടത്തും. വെറുതെ പേടിപ്പിക്കാതെ മിസ്റ്റർ. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓർത്തുകൊള്ളൂ, നിൻ്റെ ജാതകം എൻ്റെ കയ്യിലാണ്. ഇനി നീ അവളെ കണ്ടാൽ. പെട്ടെന്ന് ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു. ഹലോ.
മധു ഉദ്വേഗത്തോടെ വിളിച്ചു. പക്ഷേ മറുപടി ഉണ്ടായില്ല. അയാൾ ദേഷ്യത്തോടെ റിസീവറിലേക്ക് തുറച്ചു നോക്കി. അവനെ കണ്ടാൽ കടിച്ചു കീറുവാനുള്ള കോപമുണ്ടായിരുന്നു. പക്ഷേ ആരാണ് തൻ്റെ ശത്രു? മധു റിസീവർ ശക്തിയായി ക്രാഡിലേക്ക് ഇട്ടു. നശിച്ച സന്ദേശവും കൊണ്ടുവന്ന ആ യന്ത്രം നശിപ്പിച്ചു കളഞ്ഞാൽ എന്താണെന്ന് തന്നെ അയാൾക്ക് തോന്നി. ബെയറർ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അയാൾക്ക് ക്വീൻ മേരിയിലെ കൊച്ചുമുതലാളിയെ അറിയാം. ആ ഭാവമാറ്റത്തിൽ നിന്നും എന്തോ കാര്യമായത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. സാർ, എന്തു പറ്റി സാർ? ഇല്ല, ഒന്നുമില്ല. മധു അസ്വസ്ഥതയോടെ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും നിഷ്ക്രമിച്ചു. ആ വാക്കുകൾ ബെയററുടെ സംശയത്തിനൊരു പരിഹാരമായിരുന്നില്ല. അയാൾ മധു പോകുന്നത് നോക്കി സംശയിച്ചു നിന്നു. ആരായിരിക്കും അത്? തനിക്കൊരു ശത്രു ആരാണുള്ളത്? മൈ നെയിം ഈസ് മിസ്റ്റർ രാംദാസ്. ആ കൗശലക്കാരൻ്റെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതെ, ആ വിഡ്ഢി തന്നെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ മധുവിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നത് മല്ലിക കണ്ടു. അയാൾ അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ ആസനസ്ഥനായിക്കൊണ്ട് ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന ബിയർ ഒറ്റ വലിക്ക് അകത്താക്കി. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മല്ലികയ്ക്ക് തോന്നാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. ആരായിരുന്നു വിളിച്ചത്? അയാൾ ശിരസ്സുയർത്തി അവളെ നോക്കി. ആ വിടർന്ന കണ്ണുകളിലും തുടുത്ത കവിൾത്തടങ്ങളിലും ചുവന്ന അധരങ്ങളിലും അയാളുടെ ദൃഷ്ടികൾ അരിച്ചു നടന്നു. ഈ മാലാക തന്നിൽ നിന്ന് അകന്നു പോകുമോ? അയാൾ ഭീതിയോടെ ഓർത്തു. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലുമാണോ? അവൾ വീണ്ടും ചോദിച്ചു. മധു മുഖത്തൊരു കൃത്രിമ ചിരി വരുത്തി. അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അവൻ തല്ലുകൊള്ളാതെ അടങ്ങുമെന്ന് തോന്നുന്നില്ല. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറയൂ മധു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ രാമദാസ്, അവൻ വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുന്നു. രാമദാസ്? മല്ലിക അറിയാതെ നടുങ്ങി. മറക്കാൻ ശ്രമിക്കും തോറും അയാളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. രാമദാസ്? അവൾ മധുവിൻ്റെ നേരെ അത്ഭുതത്തോടെ നോക്കി. അതെ, അവൻ തന്നെ. അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മല്ലികയുമായുള്ള ബന്ധം ഇതോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ കൊന്ന് കൊക്കയിലെറിയുമത്രേ. മൈ ഗോഡ്! മല്ലിക നടുങ്ങിപ്പോയി. പിന്നെ അവൾ ഓർത്തു, രാംദാസ് എങ്ങനെയാണ് മധുവിനെ ഫോൺ വിളിക്കുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അങ്കിൾ അവനെ കൊന്നതിന് താൻ സാക്ഷിയാണ്. അവൻ്റെ ഹിപ്പി സഞ്ജീവൻ താൻ കണ്ടതാണ്. അതിൻ്റെ മറുവശം കൂടി അവൾ ചിന്തിച്ചു. ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കുമോ മരിച്ചത്? അതേപോലുള്ള സഞ്ജി മാർക്കറ്റിൽ വേറെയും കിട്ടുകയില്ലേ? എന്തോ ഒരു അവ്യക്തത. കഴിഞ്ഞുവെന്ന് കരുതിയിരുന്ന കുരുക്കൾ വീണ്ടും മുറുക്കുകയാണ് അവൾ ഭീതിയോടെ ഓർത്തു. അത് രാംദാസാണെന്ന് പറഞ്ഞോ? അല്പം കഴിഞ്ഞ് അവൾ സാവധാനം ചോദിച്ചു. ഇല്ല, അയാൾ പേരൊന്നും പറഞ്ഞില്ല. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അവസരം തരാതെ ലൈൻ ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു. രാംദാസ് അല്ലാതെ മറ്റാരാണ് നമുക്ക് ശത്രുവായിട്ടുള്ളത്? നമ്മുടെ ചോറ് തിന്നുന്ന ഏത് തണ്ടിയാണത് ശ്രമിക്കുന്നത്? അത് രാംദാസാണെന്നതിന് ഉറപ്പൊന്നുമില്ല, മല്ലിക കരുതി. തൻ്റെ ധാരണ തെറ്റിയില്ലെന്ന് അവൾ ഉറപ്പിച്ചു. രാംദാസ് ഇനിയൊരിക്കലും തിരിച്ചു വരില്ല. പക്ഷേ ആ പുതിയ ശത്രു ആരാണ്? അവൾ സംശയത്തോടെ മധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കൂ മല്ലികെ. മേശപ്പുറത്തിരുന്ന അവളുടെ വലത് കരത്തലം ഗ്രഹിച്ചുകൊണ്ട് മധു സാവധാനം മന്ത്രിച്ചു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. മല്ലികയെ കണ്ടതു മുതലാണ് എന്നെ ഓരോരുത്തർ വേട്ടയാടാൻ തുടങ്ങിയത്. എല്ലാവരും നമ്മെ അകറ്റാൻ ശ്രമിക്കുന്നു. നാം പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. എന്നാലും എനിക്ക് മറക്കാൻ കഴിയില്ല. മല്ലികയില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലെത്തിയിരിക്കുന്നു. അയാൾ അവളുടെ കരത്തലത്തിൽ സാവധാനം അമർത്തി. അവളുടെ വിടർന്ന കണ്ണുകൾ പ്രകാശിക്കുന്നത് അയാൾ കണ്ടു. ഞാൻ എന്തു വേണമെങ്കിലും ത്യജിക്കാം. പക്ഷേ മല്ലിക മാത്രം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതുപോലെ അയാൾ നിശബ്ദനായി. വിവിധ വികാരങ്ങൾ ആ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. നാം യാദൃശ്ചികമായി കണ്ടു പ്രേമിച്ചതൊന്നുമല്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ അവർക്ക് പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല. നാം ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. ഒരുപക്ഷെ ഒന്നിലധികം പേർ. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. അതിലൊരുവൻ രാമദാസാണ്. ആ പിശാച് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്ന് പോലും ആർക്കും അറിയില്ല. മല്ലിക സുന്ദരിയാണ്, ആർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെ. അവരെല്ലാം ഉപഗ്രഹങ്ങൾ പോലെ മല്ലികയെ ചുറ്റിയാണ് ഭ്രമണം ചെയ്യുന്നത്. പൊയ്മുഖങ്ങൾക്കുള്ളിലിരുന്നു കൊണ്ട് അവർ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. അവർ നമ്മുടെ എല്ലാ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് ആ ടെലിഫോൺ. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്ന് അവൻ കൃത്യമായും മനസ്സിലാക്കിയിട്ടാണ് ടെലിഫോൺ ചെയ്തത്. ഒരുപക്ഷെ ഇപ്പോഴും അജ്ഞാതങ്ങളായ കണ്ണുകൾ നമ്മെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മല്ലികയ്ക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മധു. എനിക്ക് പേടിയാകുന്നു. അവൾ സാവധാനം മന്ത്രിച്ചു. സത്യമായും മല്ലികയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇത്ര തുറന്ന ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ ശിരസ്സ് കുനിച്ചുകൊണ്ട് മന്ത്രിച്ചു. എനിക്ക് മധുവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. അയാൾ അവളുടെ വലതുകര ഉയർത്തി കൈപ്പത്തിയുടെ പുറത്ത് പ്രേമപൂർവ്വം അമർത്തി ചുംബിച്ചു. തൻ്റെ ശരീരമാകെ കോരിത്തരിക്കുന്നത് പോലെ മല്ലികയ്ക്ക് തോന്നി. രോമങ്ങൾ എഴുന്നു വരുന്നു. മരണത്തിന് മാത്രമേ നമ്മെ വേർപ്പെടുത്താൻ കഴിയൂ.
ആരെതിർത്താലും നമ്മൾ ഒന്നായിരിക്കും. പക്ഷേ ക്വീൻ മേരിയിലെ മധുവിനെ പറ്റി അവൻ്റെ എതിരാളി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവനൊരു മൂർഖനാണ്. മല്ലിക ഒന്നും പറഞ്ഞില്ല. അവളുടെ ചിന്തകളും കരട് പിടിച്ച് കിടക്കുകയായിരുന്നു. ആരാണ് ആ മനുഷ്യൻ? ആരാണ് ആ എതിരാളി? മല്ലികയോട് വിരോധമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഞാൻ എസ്റ്റേറ്റിൽ വന്നിട്ട് ഒരു മാസത്തിലേറെയായില്ല. അതിനിടെ എനിക്കൊരു ശത്രു ഉണ്ടാകാൻ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് കണ്ടുപിടിക്കും. എന്തോ ഓർത്തുകൊണ്ടെന്നവണ്ണം മധു പറഞ്ഞു. ആ ശബ്ദത്തിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ധ്വനി അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അധികം വൈകാതെ അവർ പിരിഞ്ഞു. ആ സംഭവം സുന്ദരമായ ആ സായാഹ്നത്തിൻ്റെ ആസ്വാദ്യത അവരിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. മല്ലിക കടന്നു ചെല്ലുമ്പോൾ വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിലിരുന്നു കൊണ്ട് അങ്കിൾ പൈപ്പ് പുകയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അങ്കിൾ എന്തോ ആലോചനയിലാണെന്ന് അവൾക്ക് തോന്നി. അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിളിച്ചു, മോളിവിടെ വരൂ. അവൾ തിരിഞ്ഞു നിന്നു. അയാൾ അതിരകൾക്കിടയിൽ നിന്നും പൈപ്പ് എടുത്തുകൊണ്ട് സമീപത്ത് ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവൾ അടുത്തു വന്നിരുന്നു. ഒരു കൊലയാളിയുടെ യാതൊരു ലക്ഷണങ്ങളും ആ മുഖത്ത് പ്രകടമായിരുന്നില്ല. പതിവുള്ള ശാന്തത. ക്ലബിൽ പോയിരുന്നു അല്ലേ? അദ്ദേഹം അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് സാവധാനം ചോദിച്ചു. പിന്നെ ഒന്നും ചോദിച്ചില്ല. ആ കണ്ണുകൾ ജനൽ ചില്ലുകൾക്കിടയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് തുളച്ച് ഇറങ്ങുന്നത് അവൾ കണ്ടു. എടാ പപ്പു. ഇതേ സമയം പുറത്തുനിന്ന് വന്ന പപ്പുവിനെ നാരായണൻ വിളിച്ചു. എന്തോ? അവൻ ഭവ്യതയോടെ അടുത്തെത്തി. നീ ചെന്ന് 2 കപ്പ് ചായ കൊണ്ടുവാ. ഓ. അവൻ വേഗം അകത്തേക്ക് പോയി. അങ്കിൾ, ഇന്നാരോ മധുവിനെ ഭീഷണിപ്പെടുത്തി. അവൾ മുഖവുര കൂടാതെ തന്നെ കാര്യമെടുത്തിട്ടു. അയാൾ സംശയത്തോടെ തലതിരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, എന്നോട് ഇനി ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്താൽ കൊന്നുകളയുമെന്നാണ് മധുവിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആരായിരുന്നു അവൻ? എപ്പോഴാണത് സംഭവിച്ചത്? നാരായണൻ പെട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ ക്ലബിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതാ രാംദാസാണെന്ന് മധു വിശ്വസിക്കുന്നത്. നാരായണൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് പപ്പു അവിടേക്ക് വന്നത്, ട്രേയിലെ കപ്പിൽ ആവി പറക്കുന്ന ചായയുമായി. അവർ ചായ സാവധാനം നുണഞ്ഞിറക്കുമ്പോൾ പപ്പു പുറത്തേക്ക് പോയി. പക്ഷേ അതൊരിക്കലും രാമദാസ് അല്ല, നാരായണൻ സാവധാനം മന്ത്രിച്ചു. പിന്നെ ആരായിരിക്കുമെന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അങ്കിൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. രാത്രിയിൽ നിഗൂഢകനായ തൻ്റെ എതിരാളിയെ തിരഞ്ഞുപിടിക്കാനുള്ള വൃഥാശ്രമത്തിലായിരുന്നു നാരായണൻ. ഉറക്കം കളഞ്ഞതല്ലാതെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൻ്റെ സുഹൃത്തുക്കളെയും ജോലിക്കാരെയും അത്തരമൊരു ശത്രുവായി സങ്കല്പിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. രാവിലെ അവൾ പട്ടണത്തിൽ പോയി കുറേ സാരികളും തുണിത്തരങ്ങളും വാങ്ങി ഉച്ചയോടെയാണ് തിരിച്ചെത്തിയത്. ഭക്ഷണം കഴിഞ്ഞ് ഒരു പുസ്തകവുമായി വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിൽ കിടക്കുമ്പോൾ ടെലിഫോൺ ശബ്ദിച്ചു. യെസ്, ഡ്രീംലാൻഡ് ബംഗ്ലാവാണ്. മല്ലിക സംസാരിക്കുന്നു. ഹലോ മല്ലിക, ഞാൻ മധുവാണ്. ഹലോ, എന്താണ് വിശേഷം? അങ്കിളിനെ കാണണോ? വേണ്ട, അന്വേഷിച്ച ആളെ തന്നെയാണ് കിട്ടിയത്. വൈകുന്നേരം മുനിയറയുടെ ഭാഗത്ത് വരുമോ? ഞാൻ കാത്തു നിൽക്കും. അവിടെയാണെങ്കിൽ ഒരു ശല്യവുമില്ല. ഇന്നത്തെ സായാഹ്നം ഒരു സുന്ദര സ്വപ്നമാക്കാം. ഞാൻ വരാം. താങ്ക് യു ഡിയർ. മല്ലിക റിസീവറിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. മൗത്ത് പീസിൽ മധുവിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നി. വെയിൽ തേയിലത്തോട്ടത്തിൽ സ്വർണ്ണമുരുക്കി ഒഴിച്ചതുപോലെ പരന്നു കിടന്നു. പക്ഷികൾ ചേക്കേറാനായി വനത്തിലേക്ക് പറന്നുപോയി. കൂട്ടം കൂട്ടമായി പറന്നു പോകുന്ന തത്തകളുടെയും മൈനകളുടെയും ശബ്ദം ആ മലഞ്ചെരിവുകളിൽ മാറ്റൊലിക്കൊണ്ടു. മല്ലിക കാർ ടാറിടാത്ത ഒരിടവഴിയിലേക്ക് തിരിച്ചു. തേയിലച്ചെടികൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ റോഡിൽ കല്ലുകളും ചെറിയ കുണ്ടും കുഴിയും ഉണ്ടായിരുന്നു. അകലെ കൂടി വണ്ടുകളെപ്പോലെ ശബ്ദിച്ചുകൊണ്ട് ട്രാക്ടറുകൾ പോകുന്നത് അവൾക്ക് കാണാം. മലയുടെ ചെരുവിലെത്തിയപ്പോൾ അകലെ പാറക്കൂട്ടങ്ങൾ കണ്ടു. അവിടെ മഞ്ഞ് ഒരു സ്ക്രീൻ പോലെ ഉയർന്നു നിൽക്കുന്നു. അകലെ തീക്കട്ട പോലെ ജ്വലിക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ആ മൂടുപടത്തെ ചോരമയമാക്കി. ആ ഭാഗത്തിനാണ് എസ്റ്റേറ്റിലുള്ളവർ മുനിയറയെന്ന് പറയുന്നത്. 1-2 കൂറ്റൻ കല്ലറകൾ ആ ഭാഗത്തുണ്ട്. ഇരുഭാഗത്തും കൂറ്റൻ 2 കല്ലറകൾ കുത്തി നിർത്തി അത്ര തന്നെ വലിപ്പമുള്ള മറ്റൊന്ന് മുകളിൽ വെച്ചിരിക്കുന്ന 1-2 ഗുഹകൾ. അത് പണ്ടുകാലത്ത് ഋഷിമാർ താമസിച്ചിരുന്നതാണെന്നാണ് വിശ്വാസം. എന്തായാലും നല്ലൊരു ഭൂവിഭാഗമാണ് അവിടം. ഒരു വശത്തു കൂടി ശുദ്ധജലം ഒഴുകുന്ന ഒരരുവിയും കൂറ്റൻ പേരാലും അവിടെ ഒരു പ്രത്യേകതയാണ്. എസ്റ്റേറ്റിൻ്റെ മറ്റൊരിടത്തും ആൽമരം ഇല്ലെന്നതാണ് വിചിത്രമായ മറ്റൊരു സത്യം. ഇപ്പോഴാ വൃദ്ധൻ പേരാൽ ജരാനരകൾ ബാധിച്ചവനെ പോലെ ഇലക്കൊഴിഞ്ഞ് കമ്പുകൾ ഉണങ്ങി ഒരു പ്രതിമ പോലെയാണ് നിൽപ്പ്. മല്ലിക കാർ നിർത്തി അവിടേക്ക് നടന്നു ചെന്നു. കാർ അതിൽ കൂടുതൽ മുന്നോട്ട് പോകുമായിരുന്നില്ല. മധു നേരത്തെ എത്തിക്കാണുമായിരിക്കുമോ? അവൾ ചുറ്റും നോക്കി. ഒരിടത്തും ഒരു മനുഷ്യജീവിയെപ്പോലും കാണാനില്ല. അകലെയുള്ള ഫാക്ടറിയും ലയങ്ങളുമെല്ലാം മലയുടെ മറവിലായിപ്പോയി. അവൾ നടന്ന് പാറക്കൂട്ടത്തിനടുത്തെത്തി. നനുത്ത മഞ്ഞിലേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല സുഖം തോന്നി.
എല്ലാം അവ്യക്തമാകുന്നു. മഞ്ഞ് കൂടി വരികയാണ്. ഒരു അവ്യക്ത ചിത്രം പോലെ മുനിയറയുടെ മുകൾത്തട്ടും ആൽമരവും കാണാം. ഒരു കാൽപ്പെരുമാറ്റം അവൾ അടുത്തു കേട്ടു. "മധു!" അവൾ ശബ്ദമുയർത്തി. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ പാറക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവൾ കണ്ടു. ചുവന്ന വെളിച്ചത്തിൽ ഇരുട്ട് കട്ടപിടിച്ചതുപോലെ ഒരു മനുഷ്യൻ. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ അവൾ പെട്ടെന്ന് നിന്നു. കാൽ ചുവട്ടിൽ നിന്നും തറ ഇളകി മാറുന്നതുപോലെ മല്ലികയ്ക്ക് തോന്നി.